മാതൃഭൂമിയുടെ ചോദ്യവും ഉത്തരം എന്ന പരിപാടിയിൽ സഖാവ് ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിക്കുകയാണ്, ശൈലജ ടീച്ചറുടെ വീഡിയോ ഇല്ല എന്നാണല്ലോ ശൈലജ ടീച്ചർ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഗോവിന്ദൻ സഖാവിൻ്റെ മറുപടി ഭയങ്കര രസകരമായിട്ടുള്ള മറുപടിയാണ്. നമുക്ക് ആ മറുപടി നേരിട്ടൊന്ന് കാണാം. പല മണ്ഡലങ്ങളിലും വളരെ മാശിയേറിയ മത്സരം നടക്കുമ്പോൾ വടകരയിൽ വലിയ വിവാദം ഉണ്ടായി. അവിടുത്തെ ഇടതു മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ മോർഫ്ഡ് വീഡിയോ ഉണ്ടായി എന്ന് സ്ഥാനാർത്ഥി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. മാഷടക്കമുള്ള ആളുകൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി തന്നെ ഞാൻ ചിത്രമെന്നാണ് വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് തിരുത്തുന്നു. വലിയ തിരിച്ചടി ഈ കാര്യത്തിൽ ഉണ്ടാവില്ലേ? ഒരു തിരിച്ചടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? ഒക്കെ ശരിയാ. സത്യം പറഞ്ഞു. അശ്ലീല വീഡിയോ, എല്ലാ അശ്ലീല വീഡിയോ ഉണ്ടാക്കിയവർ. അശ്ലീല വീഡിയോ ഇല്ലെന്നാണ് ശൈലജ ടീച്ചർ പറയുന്നത്. ഞാനല്ലേ പറയുന്നുണ്ട്. ടീച്ചർ പറഞ്ഞില്ല. ഉണ്ട്, സംശയം വേണ്ട. ഇത് കൊടുക്കട്ടെ, അശ്ലീല വീഡിയോ കേസ് കൊടുക്കട്ടെ. പക്ഷെ ഇതുവരെ അങ്ങനെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ വ്യാപകമായി പരസ്യപ്പെടുത്തി. മോർഫ് ചെയ്ത ചിത്രങ്ങൾ മുകേഷിന്റെ ജഗദീഷിന്റെ ഒക്കെ തല വെച്ച് മാറ്റിയതല്ലേ? അത് മാത്രമല്ല, അങ്ങനെയാണെന്നില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വെച്ചിട്ട് പിണറായി ടീച്ചർ പറഞ്ഞതും ദേശാഭിമാനി പറഞ്ഞതും പോൺ വീഡിയോ. അത് ഞാൻ കേസ് കൊടുക്കുന്നു പറഞ്ഞല്ലേ, കേസ് കൊടുക്കട്ടെ. എവിടെയാണ് പോൺ വീഡിയോ? ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം. അവിടെ ശൈലജ ടീച്ചർക്കെതിരായി മോർഫ് ചെയ്ത പടങ്ങൾ ഉൾപ്പെടെ തെറ്റായ രീതിയിലുള്ള നിരവധിയായ കാര്യങ്ങൾ അവിടെ സ്ഥാനാർത്ഥിയും വി.ഡി. സതീശനും ഉൾപ്പെടെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പേര് എന്തൊക്കെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇല്ലാത്ത പോൺ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞത് തെറ്റായി വീഡിയോ നോക്കണ്ടാണ്. ഇല്ല, തെറ്റൊന്നും ആയില്ല. അതൊക്കെ പിന്നെ കേസ് കൊടുക്കട്ടെ. ഞാനല്ലേ പറയുന്നത്. ടീച്ചർ പറഞ്ഞല്ലോ. ടീച്ചറല്ലല്ലോ പറയണ്ടേ, ഞങ്ങളെല്ലാം എല്ലാവരും പറയണ്ടേ. ടീച്ചർ മാത്രം പറയണ്ട. ഇന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം ഉള്ളതാന്ന്. ടീച്ചർ പറയണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ. ഈ രാജ്യത്ത് ജനങ്ങൾ കണ്ടതല്ലേ. പോലീസ് പിടിക്കണ്ടേ പോൺ വീഡിയോ? പിടിക്കുമല്ലോ. ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഉള്ളതെല്ലാം പിടിക്കും. അത് ഫോൺ വീഡിയോ ആണോ അല്ല മോർഫ് ചെയ്ത ചിത്രങ്ങൾ അടച്ചതാണോ എന്നെല്ലാം നോക്കട്ടെ. അല്ല, അപ്പോൾ നോക്കൂ, ഒരു ഇലക്ഷൻ അതിന്റെ സാങ്കേതിക പദം ഉപയോഗിച്ചിട്ട് അതിൽ പിടിച്ചുകാരാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ നോക്കുന്നത്. സാങ്കേതിക പദം നോക്കണ്ട. അതായത് അവിടെ ഏറ്റവും ശക്തിയായ രീതിയിൽ അപവാദ പ്രചാരവേല IT ഈ പറയുന്ന സാധനം ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ട്. ഇപ്പൊ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ വലിയ അപവാദ പ്രചാരണമായി. നോക്കൂ, ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയാണ്, മറ്റേ സ്ഥാനാർത്ഥിയുടെ പോൺ വീഡിയോ ഉണ്ടാക്കി സ്ഥാനാർത്ഥിയുടെ അറിവോടുകൂടി എന്ത് അടിസ്ഥാനത്തിൽ, എന്ത് തെളിവ്? അവിടെ നടന്ന സൈബർ ആക്രമണം മുഴുവൻ നിലവിലുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടി അറിഞ്ഞുകൊണ്ടാണ്. അത് തെളിവില്ലാത്ത ഒരു ആരോപണമല്ലേ? തെളിവ് എങ്ങനെയുണ്ടാകുക? അതിന് ഗുണഭോക്താവാരാ നോക്കണ്ടേ? അല്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അതിന് ഗുണഭോക്താവാരാണ്? ഷാഫി പറമ്പിലാണ്. ഒരിക്കലും ഒരു ഇലക്ഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അശ്ലീലത്തെ ഉപയോഗിച്ചിട്ടില്ല. ആ അശ്ലീലത്തെ ഉപയോഗിക്കുന്ന ആദ്യത്തെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ആദ്യത്തെ സ്ഥാനാർത്ഥിയുമാണ് ഈ പറയുന്നത്. തെളിവില്ലാണ്ട് പോലീസ് പിടിക്കില്ലേ? പിന്നെ വെറുതെ ആകാശത്ത് തന്നെയാണോ ഈ വാർത്തയെല്ലാം? അതെനിക്കറിയില്ല. അത് നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതിന് മറുപടി പറയാൻ സാധിക്കുന്നില്ല. ആരോപണം ഉന്നയിച്ചത് CPM ആണ്. ആരോപണം തെളിയിക്കാൻ കഴിയാതിരിക്കുന്നത് CPM-നാണ്. പോലീസിനെ ഞങ്ങൾ തെളിയിക്കും. ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെളിയിക്കാനുള്ള എല്ലാ വസ്തുതയും. അപ്പോഴേക്ക് ഷാഫി പറമ്പിൽ ഈ നിഴലിൽ നിൽക്കുകയല്ലേ? അത് അനീതിയല്ലേ? അത് ശരിയാണ്. ഒരു അനീതിയല്ല. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇത്. അതായത് മുമ്പ് ഉന്നയിച്ച ആരോപണത്തിൽ ഒരല്പവും പിന്നോട്ട് പോകുന്നില്ല, ഒരു വാക്കും മാറ്റുന്നില്ല, ഒരല്പവും മുന്നോട്ടേക്ക് പോകുന്നില്ല. പൂർണ്ണമായിട്ട് ഇത് ചെയ്തതാണ്. കണ്ടില്ല നിങ്ങൾ? ശൈലജ ടീച്ചർ തെളിവില്ല എന്ന് പറഞ്ഞ് ഈ വിവാദം അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോസ് ഇല്ല, ഞാൻ ഫോട്ടോസ് ഉണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നതിൻ്റെ വീഡിയോ പലവട്ടം വന്നു കഴിഞ്ഞു. എന്നിട്ടും മൂപ്പരോട് എന്താണോ, ശൈലജ പറഞ്ഞാൽ പോലല്ലോ ഞങ്ങൾ പറയണ്ടേ, ശൈലജ പറഞ്ഞാൽ പോലല്ലോ ഞങ്ങൾ പറയണ്ടേ, ഞങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിടുന്നു. വീഡിയോ ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിടുന്നു. വീഡിയോ ഒരു മാടമ്പി ശൈലിയിലാണല്ലോ മൂപ്പരെ ആ അഭിമുഖം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഒരു മാടമ്പി ശൈലിയിൽ ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന എന്തെങ്കിലും ഒരു ഗുണോപകാരം അയാൾക്കുണ്ടോ? നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി. ഒരു മാധ്യമ പ്രവർത്തകൻ വീണ്ടും ചോദിക്കണ്ടേ, ശൈലജ ടീച്ചർ വീഡിയോ ക്ലിപ്പ് ഇല്ല എന്നാണല്ലോ പറയുന്നത്. ശൈലജ ടീച്ചർ പറഞ്ഞാൽ മതിയോ? അല്ല എന്നുള്ളത് ഞങ്ങൾ പറയണ്ടേ? അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ നോക്കണം, ഒരാരോപണം ഉന്നയിക്കുക, ആ ആരോപണത്തുമ്പോൾ 10 വോട്ട് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് പരിശോധിക്കുക. ഇത്രയും ചീപ്പായി പോകരുത് ഗോവിന്ദ, താങ്കൾ ഇത്രയും ചീപ്പാകരുത്. അപ്പോൾ ഈ മാധ്യമ പ്രവർത്തകൻ പറയുന്നുണ്ട്, തെളിവുകളുണ്ടെങ്കിൽ പോലീസ് പിടിച്ചെടുക്കണ്ടേ, കോടതി പിന്നെ കേസ് കൊടുക്കണ്ടേ? അപ്പോൾ പറയുന്നത് കൊടുക്കുമല്ലോ, പോലീസ് പിടിക്കുമല്ലോ, കൊടുക്കുമല്ലോ, പിടിക്കുമല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയോളം
ആ വീഡിയോ ആ വോട്ടിംഗ് ആണ് കയ്യോളം ആ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ട് എങ്ങനെങ്കിലും 10 വോട്ട് ആ സാധാ തരംഗത്തിൻ്റെ മുകളിൽ 10 വോട്ട് കിട്ടുമോ? ഇത്രത്തോളം മതം പതിച്ചൊരു പാർട്ടി ഇന്ത്യ രാജ്യത്ത് വേറെ ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അല്ലേ? ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു സംസ്ഥാന നേതാവാണ് പാർട്ടിൻ്റെ. ഇയാളത്ര തരംതാന്നൊരു സെക്രട്ടറി ആ പാർട്ടിക്ക് ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. വേറെ കാര്യം 10 മണിക്ക് പറഞ്ഞത് 10:05 മാറ്റി പറയും, 10:05 മാറ്റി പറഞ്ഞ് 11 മണിക്ക് വീണ്ടും വേറെ പറയും. ഇതാണ് ഇയാളെ ശൈലി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇയാളിങ്ങനെ ഒരു മാടമ്പി ശൈലിയിൽ അങ്ങോട്ട് പറയാണ്. ഈ മറ്റേ ഇതൊക്കെ നമ്മൾ ഈ കാവുത്തൊക്കെ പുഴുക്കി തൊള്ളയിട്ട് വർത്താനം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും പറഞ്ഞായിട്ട്. അതേമാതിരി ഇഞ്ച സംസാരം നല്ല ക്ലിയറാന്നല്ല പറയുന്നത് കേട്ടോ. അത് ഭയങ്കര ക്ലിയറാന്നല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. അങ്ങനത്തെ ഒരു ശൈലിയിൽ അങ്ങോട്ടാണ് പറഞ്ഞാണ്ട് അടിച്ചാണ്ട് കയറ്റുക. അതായത് പറഞ്ഞാണ്ട് കയറ്റുക. അല്ലാതെ ഉള്ളതല്ല, ഇല്ലാത്തത് പറഞ്ഞിട്ടാണ്ട് കേട്ടിട്ടാണ്ട് സ്ഥാപിക്കുക. ആ മറ്റേ ബോംബ് സ്ഫോടനം നടന്നെന്ന് പറഞ്ഞില്ലേ? ഞങ്ങളെ ഈ DYFന്റെ പ്രവർത്തകർ അവിടെ എന്തിനു വന്നതിന്, സന്നദ്ധ പ്രവർത്തനത്തിന് വന്നതിന്, അല്ലാതെ പ്രവർത്തകരില്ല. പിറ്റേന്ന് മൂപ്പര് വന്നിട്ട് പറയാണ് അതിലൊക്കെ ഇങ്ങനെ. എന്നിട്ട് ഇതൊക്കെ ജനങ്ങൾ പൊട്ടന്മാരാ നീക്കും. ഇയാളൊക്കെ പൂതിയില്ലേ? ഇയാളൊക്കെ എന്തേക്കും ധരിച്ചു വരിക്കുന്നത്? ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജനങ്ങൾ പൊട്ടന്മാരാണെന്നാണോ? ഇത്ര കഥ പതിക്കാൻ പാടില്ല ഗോവിന്ദ, ഇത്ര കടി കഥ പതിക്കാൻ പാടില്ല.